ഇനി ഒറ്റൊരു ഡേ മതി നമുക്ക് ക്ലേ ഉണ്ടാക്കിയെടുക്കാൻ. ഓൾറെഡി നമ്മുടെ ചാനലിൽ 2 ദിവസം കൊണ്ട് ക്ലേ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒറ്റൊരു ദിവസം കൊണ്ടാണ് ക്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മണ്ണ് കളച്ചെടുക്കാം. മണ്ണ് കളച്ചെടുക്കുമ്പോൾ കുറച്ച് കുഴിച്ചതിന് ശേഷം അകത്തുനിന്നുള്ള മണ്ണ് എടുക്കാൻ ശ്രമിക്കണേ. ഇന്ന് എന്റെ കൂടെ ക്ലേ ഉണ്ടാക്കാൻ എനിക്കൊരു ഹെൽപ്പർ കൂടെ ഉണ്ട്. ഈ മെത്തേഡിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അത് പോയി കണ്ടാൽ മതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഈ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാനായിട്ട് ഞാനൊരു നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പ ഉപയോഗിച്ചോ ഒരു തുണി ഉപയോഗിച്ചോ അരിച്ചെടുക്കാം. ഇനി അതിലെ ചെളിവെള്ളം തീരുന്ന അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് ആ വെള്ളം മുഴുവൻ അരിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്ത ആ ചെളിവെള്ളം നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം ഇതുപോലെ പൊക്കത്ത് വന്നിട്ട് ചെളി താഴെ അടിഞ്ഞിട്ടുണ്ടാകും. ഈ വെള്ളം നമുക്കിനി കോരിക്കളയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ അളവ് കുറെ കുറഞ്ഞു കിട്ടും. കൂടാതെ നമ്മൾ കുറെ വെള്ളം അരിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യവും വരില്ല. ഇനി നമ്മുടെ വെള്ളമൊക്കെ കോരിക്കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടാമതും കൂടെ അരിച്ചെടുക്കാം. ആയിട്ട് ഞാനിവിടെ തോർത്താട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ആ തോർത്തൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് മൂന്നാമതും കൂടെ ഇത് അരിച്ചെടുക്കണം. മൂന്നാമത്തെ തവണ അരിച്ചെടുത്തപ്പോഴും നമുക്ക് ഇത്രയും പൊടി അഴുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത് അരിച്ചെടുത്ത വെള്ളം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ചെളിയെല്ലാം താഴെ അടിഞ്ഞിട്ട് വെള്ളം ഇതുപോലെ തെളിനീര് പോലെ കിട്ടിയിട്ടുണ്ടാകും. അത് നമുക്ക് മുഴുവൻ കോരിക്കളയാം. ഒരു മഗ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം ഉപയോഗിച്ചോ ഇതുപോലെ ചരിച്ചൊക്കെ നമുക്ക് മാക്സിമം ആ വെള്ളം കളഞ്ഞെടുക്കാം. ഇനി ഇതുപോലൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഡബിൾ ലെയർ ആക്കിയിട്ട് ഞാൻ ബക്കറ്റിൽ കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം കളഞ്ഞെടുത്ത ആ ക്ലേ ഫുള്ള് ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ ചെയ്തതെല്ലാം നമ്മൾ ആസ് യൂഷ്വൽ ക്ലേ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ്. ഇനി ഇവിടം തൊട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ക്ലേ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഒരു നല്ലൊരു വെയിലുള്ള ദിവസം മാത്രം തിരഞ്ഞെടുക്കുക. കാരണം നമ്മൾ വെയിലത്ത് വെച്ചിട്ടാണ് ഈ ക്ലേ ഡ്രൈ ആക്കി എടുക്കാൻ പോകുന്നത്. നമ്മൾ തുണിയിൽ ഒഴിച്ചു വെച്ച ക്ലേയും ബക്കറ്റും കൂടെ ഞാൻ നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്ലേ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. താഴെ കൂടെ ബക്കറ്റിൽ വെള്ളം ഊർന്നും പോകും, മേലെ കൂടെ വെയിലടിക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയും കിട്ടും. നമ്മുടെ ക്ലേ ഇതുപോലെ വിള്ളല് വന്ന് ഡ്രൈ ആയി കിട്ടിയെന്ന് കാണുമ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്കൊരു പലകയുടെ പുറത്തോ അല്ലെങ്കിൽ നിലത്തോ വിരിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇത് നല്ലോണം എല്ലായിടത്തും ഒരുപോലെ പരത്തിയതിനു ശേഷം വെയിലത്ത് വീണ്ടും വെച്ചു കൊടുക്കാം. അങ്ങനെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ക്ലേ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ പുറമേ നിന്ന് ഡ്രൈ ആവുന്ന അനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും പരത്തി കൊടുക്കാം. അല്ലെങ്കിൽ പുറമേ മാത്രമേ ഉണങ്ങുള്ളൂ, അടിയിലതൊന്നും ഉണങ്ങില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റെഡി ആയില്ല. വീണ്ടും ഞാൻ ഒരു 2 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ ക്ലേ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വെയിലിന്റെ അളവനുസരിച്ച് ടൈം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഞാൻ ആ ക്ലേ നല്ലോണം കുഴച്ചെടുത്തു. ഇനി നമ്മുടെ വെയിലത്ത് ഉണക്കിയ ക്ലേ വർക്കിംഗ് ആണോ എന്ന് അറിയണ്ടേ? അതിനായിട്ട് ഞാൻ 2-3 സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അത് സക്സസ് ആയതിനു ശേഷം മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതുപോലെയുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തരണേ.